ഓക്കെ, നമ്മൾ ഇന്നലെ പഠിച്ചുകൊണ്ടിരുന്ന ലാസ്റ്റ് പഠിച്ചു നിർത്തിയെന്ന് പറയുമ്പോൾ മിഡ് പോയിന്റ്സ് പ്രോബ്ലത്തിന്റെ കാര്യമായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന മിഡ് പോയിന്റ് പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഞാൻ ക്വസ്റ്റ്യൻ തന്നിരുന്നു, മിഡ് പോയിന്റ് പ്രോബ്ലത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ തന്നിരുന്നു. ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ക്വസ്റ്റ്യൻ എന്ന് പറയാമോ ആരെങ്കിലും? ലൈൻ എ ബി മെഷർ ചെയ്യുന്നത് 80 mm, പിന്നെ അതിന്റെ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് എ ബിയുടെ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് ഇൻക്ലിനേഷൻ 45 ഡിഗ്രിയും ബി പിയിലേക്കുള്ള ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് 30 ഡിഗ്രിയുമാണ് അല്ലെ? പിന്നെന്താ പറയുന്നത്? മിഡ് പോയിന്റ് പറഞ്ഞിട്ടില്ല. മിഡ് പോയിന്റ് എന്ന് പറയുന്നത് എം നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ എം എന്ന് പറയുന്നത് എബോ എച്ച് പി ഇൻഫ്രണ്ട് ഓഫ് ബി പി തന്നിട്ടുണ്ട്. എബോ എച്ച് പി എന്ന് പറയുന്നത് എത്ര ആണെന്നാണ് തന്നിരിക്കുന്നത്? എബോ എച്ച് പി എന്ന് പറയുന്നത് 50 mm എബോ എച്ച് പി, അതുപോലെ തന്നെ 30 mm ഇൻഫ്രണ്ട് ഓഫ് ബി പി ആണെന്നാണ് പറഞ്ഞിരുന്നത്. അതല്ലേ നിങ്ങൾക്കാണ് ക്വസ്റ്റ്യൻ അല്ലേ? ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ ഇതല്ലായിരുന്നോ? അതെ സാർ. അപ്പൊ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ക്വസ്റ്റ്യനകത്തില് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്തിന് എ ബി എന്ന് പറയുന്ന ഒരു ലൈനാണ് നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷെ ആ ലൈനിന്റെ ഏതെങ്കിലും ഒരു പോയിന്റ്, എ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന പോയിന്റ് നമുക്കിവിടെ തന്നിട്ടില്ല. കൂടാതെ അതിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. എത്രയാണ് ഫ്രണ്ട് വ്യൂ എന്നോ അല്ലെങ്കിൽ ടോപ്പ് വ്യൂ എത്രയാണ് ലെങ്ത് എന്നോ അല്ലെങ്കിൽ ആ പോയിന്റ് ഏതെങ്കിലും ഒരു പോയിന്റ് നമുക്ക് മെൻഷൻ ചെയ്യുന്നു. പകരം നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ് ക്വസ്റ്റ്യനിൽ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ മിഡ് പോയിന്റ് പ്രോബ്ലം ആയിരിക്കും. ആ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട രീതിയാണ് പറയാൻ പോകുന്നത്. മിഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈൻ എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ടെങ്കിൽ ആ ലൈനിനെ എക്സാക്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പോയിന്റിനെയാണ് മിഡ് പോയിന്റ് എന്ന് നമ്മൾ പറയുന്നത്. ഒരു ട്രൂ ലൈൻ എ ബി എന്ന് പറയുന്ന ഒരു ട്രൂ ലൈൻ ഉണ്ടെങ്കിൽ ആ ലൈനിനെ എക്സാക്ട് ആയിട്ട് എം ആണെങ്കിൽ മിഡ് പോയിന്റ് വരും. എം എന്ന് പറയുന്നത് 40 mm, അതുപോലെ തന്നെ എം ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസും 40 mm ആയിരിക്കും. ടോട്ടലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എ ബിയുടെ ലെങ്ത് എന്ന് പറയുന്നത് 80 ആണെങ്കിൽ അതിന്റെ ഹാഫ് എന്ന് പറയുന്നതായിരിക്കും എ എം എന്നും ബിയുടെ ഉള്ള ബാക്കിയുള്ള ഹാഫ് ആയിരിക്കും എം ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. അപ്പം മിഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈന് എക്സാക്ട് ആയിട്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ മിഡ് പോയിന്റ് അല്ലെങ്കിൽ എം എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് തരാൻ പോകുന്നത് ക്വസ്റ്റ്യനിൽ തരാൻ പോകുന്നത് ഈ എക്സാക്ട് ഡിവൈഡ് ചെയ്യുന്ന മിഡ് പോയിന്റ് എവിടെയാണെന്ന് പറയും. ഇപ്പൊ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പോലെ എം എന്ന് പറയുന്നത് മിഡ് പോയിന്റ് എന്ന് പറയുന്നത് എബോ എച്ച് പി, എച്ച് പിയില് എത്രയാണ് 50 mm എബോയും ബി പിയില് 30 mm ഇൻഫ്രണ്ടും ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ഓർഡറിൽ ആണെന്ന് നമുക്ക് മനസ്സിലാക്കി അല്ലെ? ഫസ്റ്റ് ഓർഡറിൽ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം XY ലൈൻ നമ്മൾ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തതിനു ശേഷം ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ എവിടെയാണെന്ന് നമ്മൾ സൈഡിൽ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ക്വസ്റ്റ്യൻസില് നമുക്ക് അറിയാൻ വേണ്ടിയാണ് ഒന്ന് മെൻഷൻ ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ എല്ലാ തവണയും ചെയ്തിരിക്കുന്ന എന്താണ്? എയോ ബിയോ എന്ന് പറയുന്ന പോയിന്റ് തന്നിട്ടുണ്ടാവും. എ ആയിട്ട് നമ്മൾ മാക്സിമം കേസ് തരുന്നത് നമ്മൾ എ മാർക്ക് ചെയ്യും. ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് മിഡ് പോയിന്റ് ആണ്. അപ്പൊ ഞാനൊരു ജസ്റ്റ് ആ ലൈനിന്റെ ഒരു സെന്റർ ആയിട്ട് ഞാനൊരു എം എന്ന് പറയുന്ന പോയിന്റ് ഇടുന്നു. അതിനുശേഷം മിഡ് പോയിന്റിന്റെ ഡിസ്റ്റൻസ് നോക്കാം. എച്ച് പിയിൽ നിന്ന് നമ്മുടെ സർഫസ് ഗ്രൗണ്ട് സർഫസിൽ നിന്ന് എത്ര എണ്ണം മേളിലേക്കാണ്? 50 mm മേളിലേക്കാണെന്നാണ് പറയുന്നത്. അപ്പം അതെന്ന് പറയുന്നത് ഏതാണ്? ഫ്രണ്ട് വ്യൂ ആണ് വരുന്നത്. അപ്പം ഈ ഒരു പോയിന്റിൽ നിന്ന് ഞാൻ 50 mm ഡിസ്റ്റൻസ് എടുത്തിട്ട് ഞാൻ
എം ഡാഷ് എന്ന് പറയുന്ന പോയിന്റ്. ഫ്രണ്ട് വ്യൂവിൽ മാർക്ക് ചെയ്യുന്ന മിഡ് പോയിന്റ് എന്ന് പറയുന്നത് എം ഡാഷ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പം ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 50 mm ആണ്. അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ബി പി ആണെങ്കിൽ, നമ്മുടെ വോള് ബി പി ആണെങ്കിൽ ബി പിയിൽ നിന്ന് 30 mm ഇൻഫ്രണ്ട് ആണ്. ബി പിയിൽ നിന്ന് 30 mm ഇൻഫ്രണ്ട് ആണെന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റിന്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് H5 ലൈനിൽ നിന്നുള്ള പറയുന്നത് എത്ര ആയിരിക്കും? 30 mm ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് 30 mm കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു പോയിന്റ് എടുക്കുന്നു. അതായിരിക്കും എന്റെ എം എന്ന് പറയുന്നത്. അപ്പം ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ എനിക്ക് എന്തിന്റെ കിട്ടി? മിഡ് പോയിന്റിന്റെ കിട്ടി. അതിനുശേഷം എനിക്ക് തന്നിരിക്കുന്ന എന്താണ്? ആംഗിൾ തന്നിട്ടുണ്ട്. എ ബിയുടെ ആംഗിളും ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. ലൈൻ എ ബിയുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? 80 mm. പിന്നെ ആംഗിൾ എച്ച് പിയിലേക്കുള്ളതെന്ന് പറയുന്നത് 45, ബി പിയിലേക്കുള്ളത് 30 ആണ്. എച്ച് പിയിലേക്കുള്ള 45 ആണെങ്കിൽ അത് ഫ്രണ്ട് വ്യൂവിൽ വരുന്ന ആംഗിൾ ആണ് അല്ലെ? ഫസ്റ്റ് ഓർഡറിലാണെങ്കിൽ ഫ്രണ്ട് വ്യൂവിൽ വരുന്ന ആംഗിൾ ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം? ഈ എം ഡാഷിലൂടെ ലോക്കസ് വരയ്ക്കാം. അതുപോലെ തന്നെ എമ്മിലൂടെ ഞാൻ ലോക്കസ് വരയ്ക്കാം. ഇതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നേക്കുന്ന ആംഗിൾ നോക്കാം. എച്ച് പിയിൽ എത്രയാണ്? 45 ആണ് അല്ലെ? ലെങ്ത് എ ബിയുടെ ലെങ്ത് എത്രയാണ്? 80 ആണ്. അതിന്റെ ഹാഫ് എടുക്കാം. 80യുടെ ഹാഫ് എടുക്കാം. ലെങ്തിന്റെ ഹാഫ് എടുത്തിട്ട് 45 ഞാൻ എന്ത് ചെയ്യാം? ലൈൻ മാർക്ക് ചെയ്യാം. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 40 mm ആയിരിക്കും. ഈ പോയിന്റ് എന്ന് പറയുന്നതിന്റെ B1 ഡാഷ് ആയിരിക്കും. B1 ഡാഷ്. അതിനുശേഷം ഈ ലൈൻ, ഈ 40 mm ഈ ലൈൻ എ എം ഡാഷ് ബി ഡാഷ് B1 ഡാഷ് എന്നുള്ള ലൈൻ ഞാൻ എന്ത് ചെയ്യുന്നു? സ്ട്രെയിറ്റ് ആയിട്ടാണ് സ്കെയിൽ വെച്ച് താഴേക്ക് 40 mm എന്ത് ചെയ്യുന്നു? എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 40 mm. അപ്പൊ ഈ പോയിന്റ് എന്ന് പറയുന്നത് A1 ഡാഷിന് ഞാൻ A1 ഡാഷ്. കാരണം ഇവിടെ B1 ഡാഷ് കൊടുക്കും. നേരത്തെ കേസിൽ നമ്മൾ A ഡാഷിനായിരുന്നു കൊടുക്കുന്നത്. ഇപ്പം A1 ഡാഷിന് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത് കിട്ടാൻ പോകുന്ന A എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ നല്ല സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ നമ്മൾ മാർക്ക് ചെയ്തത് ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് H5 ലൈനിന് മേലുള്ള ട്രൂ ലെങ്ത് A1 ഡാഷ് B1 ഡാഷ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത് മിഡ് പോയിന്റിനകത്ത്. സെയിം രീതിയിൽ തന്നെ എന്താണ് ബി പിയുമായിട്ട് മെയിൻ ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? ബി പിയുമായിട്ട് മെയിൻ ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. ഞാൻ 40 ലെങ്തില് 30 ഡിഗ്രി ഞാൻ മാർക്ക് ചെയ്യുന്നു. ഈ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി, ഇതെന്ന് പറയുന്നത് 45. ഈ പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ B1 മാർക്ക് ചെയ്യുന്നു. B1 എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 40 mm ആണ്. ഞാൻ വീണ്ടും അതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഈ പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ A1 മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഈ എയിലൂടെയുള്ള ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 30 ആയിരിക്കും. ഇവിടെ ലോക്കസ് വരച്ചാൽ ഈ ആംഗിൾ എന്ന് പറയുന്നതും എത്രയാണ്? 45 ഡിഗ്രിയാണ്. ഇത്രയാണല്ലോ ഇങ്ങനെ പറഞ്ഞത് അല്ലേ? ഇത്രയും വരെയല്ലേ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ സാർ. ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഈ പറഞ്ഞ ഇത്രയും വരെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ബാക്കി പറയട്ടെ. ഓക്കെ, ഇനി നമ്മൾ എന്താണ് നേരത്തെ കേസിൽ ചെയ്തത്? ഈ B1 ഡാഷിൽ നിന്നും ബിയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യായിരുന്നു ചെയ്തത്? ലൈൻസ് എക്സ്റ്റെൻഡ് ചെയ്യുകയായിരുന്നല്ലോ ചെയ്തത് അല്ലെ? അപ്പൊ B1 ഡാഷിൽ B1 ഡാഷിലും ഉള്ള ലോക്കസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ലൈൻ താഴേക്ക് പ്രൊജക്ട് ചെയ്യാനല്ലോ ചെയ്തത്. അങ്ങനെയല്ലാണ്ട് നേരത്തെ കേസിൽ ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴും ചെയ്യുകയാണ്. B1 ഡാഷിൽ ഞാൻ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. പക്ഷെ ലോക്കസ് ഓഫ് എയിലേക്കല്ല, ലോക്കസ് ഓഫ് മിഡ് പോയിന്റിലേക്കാണ് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ലോക്കസ് ഓഫ് മിഡ് പോയിന്റ് എമ്മിലേക്കാണ് ഞാൻ
B1 ഡാഷിൽ നിന്ന് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. മനസ്സിലായോ? എയുടെ ലോക്കസിലേക്കല്ല, മിഡ് പോയിന്റിലേക്കാണ് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ. അതിനുശേഷം കോമ്പസ് എടുക്കുക, എമ്മിലെ പോയിന്റ് ചെയ്യാം. മിഡ് പോയിന്റ് എമ്മിലെ താഴെ, XY ലൈനിലെ താഴെ എമ്മിലെ രീതിയിൽ വെക്കുക. പിന്നെ ഈ കിട്ടിയിട്ടുള്ള പോയിന്റ് ആണ് എന്റെ ബി എന്ന് പറയുന്നത്. ബ്ലൂ ലൈൻ താഴേക്ക് വരുന്ന ഈ പോയിന്റ് ആണ് എന്ന് പറയുന്നത് എന്റെ ബി എന്ന് പറയുന്ന പോയിന്റ്. ആ പോയിന്റിൽ പെൻസിൽ വെക്കുക. എന്നിട്ട് ബിയിലെ ലോക്കസ് കട്ട് ചെയ്യാം. സോറി, ബിയിലെ ലോക്കസിലെ ആർക്ക് കട്ട് ചെയ്യാം. ആ പോയിന്റ് ആയിരിക്കും ബി. മനസ്സിലായോ? ഡിസ്റ്റൻസ് എടുക്കേണ്ടത് എം ബി എന്നുള്ള ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. ലോക്കസ് എമ്മില് വരുന്ന ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. എടുത്തോ? കിട്ടിയോ? ആ സർ. ഓക്കെ. അതിനുശേഷം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് നേരത്തെ കേസിൽ എയിൽ നിന്ന് ബിയിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ അല്ലായിരുന്നു വരച്ചിരുന്നേ, അല്ലേ? അതെ സർ. ഓക്കെ. ഇവിടെ മിഡ് പോയിന്റിന്റെ കേസിൽ നമ്മൾ എയിൽ നിന്ന് ബിയിലേക്ക് ലൈൻ അല്ല വരയ്ക്കുന്നത്. ഒരു സ്കെയില് വെച്ചിട്ട് ഈ ബിയിൽ നിന്ന് എമ്മിലൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ലോക്കസ് ഓഫ് എയിലേക്ക് വരയ്ക്കാം. ബിയിൽ നിന്ന് എമ്മിലൂടെ പാസ് ചെയ്ത് ലോക്കസ് ഓഫ് എയില് ഈ A1 എന്ന് പറയുന്ന പോയിന്റിന് നമ്മൾ ലോക്കസ് വരയ്ക്കുന്നതിന് ആ ലൈനിൽ മീറ്റ് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കാം. ആ പോയിന്റ് ആയിരിക്കും എന്നെ എ എന്ന് പറയുന്ന പോയിന്റ്. മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ. അപ്പോൾ നമുക്ക് ഏത് കിട്ടി? ടോപ്പ് വ്യൂ ആയ ടോപ്പ് വ്യൂ എന്ന് പറയുന്ന എ ബി കിട്ടി. അപ്പൊ അതിന്റെ ലെങ്ത് നോക്കുക എത്ര വരുന്നതെന്ന്. ഇതായിരിക്കും എന്റെ ടോപ്പ് വ്യൂ. ടോപ്പ് വ്യൂ എ ബി എന്ന് പറയുന്നത്. നിങ്ങള് ബിയിൽ നിന്ന് A1ലേക്ക് ലൈൻ വരയ്ക്കല്. ബിയിൽ നിന്ന് എമ്മിലൂടെ പാസ് ചെയ്ത് മിഡ് പോയിന്റിലൂടെ പാസ് ചെയ്ത് ലോക്കസ് ഓഫ് എയിലേക്ക് വരുന്ന ലൈനാണ് വരയ്ക്കുന്നത്. മനസ്സിലായോ? ഓക്കെ ആണോ? ആണ് സർ. ഓക്കെ. ഇനി അതിനുശേഷം ഇവിടെ B1 ഉണ്ടല്ലോ. B1ൽ നിന്ന് XY ലൈനിന് മുകളിലേക്കുള്ള മിഡ് പോയിന്റ് എം ഡാഷിലേക്കുള്ള ഒരു ലൈൻ വരയ്ക്കാം. എം ഡാഷിന്റെ ലോക്കസിലേക്കുള്ള ലോക്കസ് ഓഫ് എം ഡാഷിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ഞാനിപ്പോ യെല്ലോ ലൈൻ വരച്ച പോലെ എം ഡാഷിലേക്ക് ലോക്കസ് ഓഫ് എം ഡാഷിലേക്ക് ലൈൻ വരച്ചു. അതിനുശേഷം കോമ്പസ് എം ഡാഷിൽ വെക്കുക. ഈ പോയിന്റിൽ എം ഡാഷിൽ വെക്കുക. ഈ ഒരു പോയിന്റ് ബി ഡാഷ് ആണ് കിട്ടുന്നത്. അപ്പൊ ബി ഡാഷിലേക്ക് പെൻസിൽ വെക്കുക. അതിനുശേഷം ലോക്കസ് ഓഫ് ബി ഡാഷ്, ലോക്കസ് ഓഫ് ബി ഡാഷിലേക്ക് ആർക്ക് കട്ട് ചെയ്യുക. ലോക്കസ് ഓഫ് ബി ഡാഷിലേക്ക് ആർക്ക് കട്ട് ചെയ്യുക. ലോക്കസ് ഓഫ് ബി ഡാഷിലേക്ക് ആർക്ക് കട്ട് ചെയ്യുക. ആ പോയിന്റ് എന്ന് പറയുന്നതാണ് എന്റെ ബി ഡാഷ്. ബി ഡാഷ്. എന്നിട്ട് എന്ത് ചെയ്യാം? നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ ഒരു സ്കെയില് വെച്ചിട്ട് ബി ഡാഷിൽ നിന്ന് എമ്മിലൂടെ പാസ് ചെയ്ത് ലോക്കസ് ഓഫ് എ ഡാഷിലേക്ക് വരുന്ന ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. എ ഡാഷ്. അപ്പൊ നോക്കാം, ഈ രണ്ട് ലൈനും എ ഡാഷും എയും സ്ട്രെയിറ്റ് ആയിരിക്കും. എ ഡാഷും ഈ പോയിന്റ് എ ഡാഷ് എ എന്ന് പറയുന്ന ഈ രണ്ട് ലൈനും സ്ട്രെയിറ്റ് ആയിട്ട് വരും. അതുപോലെ തന്നെ ബി ഡാഷും ബി എന്ന് പറയുന്ന പോയിന്റും സ്ട്രെയിറ്റ് ആയിട്ട് വരും. അപ്പൊ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നത് ഈ യെല്ലോ ലൈൻ ആണ്. ഇതിന്റെ ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? ഹായ് സർ. ഡൗട്ട് വല്ലതും ഉണ്ടോ? ഈ ടൈപ്പ് ചോദ്യം ചോദിക്കുന്നതാണ്
നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 11ാമത്തെ ചാപ്റ്റർ പ്രൊജക്ഷൻ ഓഫ് ലൈൻസ്. ഇപ്പൊ ബി എ വർഗീസ് ആണ് നിങ്ങളുടെ ഇരിക്കുന്ന ടെക്സ്റ്റ് ബുക്കെങ്കിൽ അതിനകത്തില് 11.25 എന്ന് പറയുന്ന പേജില് ഇതിന്റെ പ്രോബ്ലംസ് ഉണ്ട്. 11.25 എന്ന് പറയുന്ന പേജിൽ ഇതിന്റെ പ്രോബ്ലംസ് ഉണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മിഡ് പോയിന്റ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഏതാണോ ടെക്സ്റ്റ് ബുക്ക് എടുക്കുന്ന ആ ടെക്സ്റ്റ് ബുക്കിനകത്തില് മിഡ് പോയിന്റ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞ പ്രോബ്ലംസ് ഉണ്ട്. സിമ്പിൾ ആണ് ചെയ്യാൻ, കാര്യം ഒന്ന് നോക്കിയാൽ മതി എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെടുത്തോളാം, അത് ചെയ്ത് നോക്കാം. ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം. The projection of a line, the projection of a line, the projection of a line, the projection of a line measures 80 mm, measures 80 mm, measures 80 mm in the top view, 80 mm in the top view, and 70 mm and 70 mm and 70 mm in the front view, 70 mm in the front view, 70 mm in the front view, 80 mm top view measure ആണ് തന്നേക്കുന്നത്, 70 mm front view measure ആണ് തന്നേക്കുന്നത്. The midpoint of the line, the midpoint of the line, the midpoint of the line is 45 mm in front of VP, 45 mm 45 mm in front of VP and 35 mm above HP, and 35 mm above HP. 45 mm in front of VP യും 35 mm above HP യുമാണ്. One end is 10 mm in front of VP, 10 mm in front of VP and nearer to it, and nearer to it. The other end is nearer to HP. The other end is nearer to HP. The other end is nearer to HP. Draw the projection of line. Draw the projection of line. Draw the projection of line. Find the true length and true inclination. Find the true length and true inclination. Question മനസ്സിലായോ? Question കിട്ടിയോ? Question മനസ്സിലായോ? ഇവിടെ ലൈൻ എ ബി എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമുക്ക് ലൈൻ ഇവിടെ തന്നിട്ടില്ല. ഞാൻ ഈ തവണ പി ക്യൂ എന്ന് പറയുന്ന ലൈനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പി ക്യൂ എന്ന് പറയുന്ന ലൈനാണ് എടുക്കുന്നത്. പി ക്യൂ എന്ന് പറയുന്ന ലൈൻ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്?
ആ ലൈനിന്റെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ ആണ് തന്നിരിക്കുന്നത്. ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 80 mm ടോപ്പ് വ്യൂ, പിന്നെ 70 mm ഫ്രണ്ട് വ്യൂ ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? 80 mm ഫ്രണ്ട് വ്യൂ ആൻഡ് 70 mm ടോപ്പ് വ്യൂ. പിന്നെ പറഞ്ഞിരിക്കുന്നത് പറയുന്ന മിഡ് പോയിന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. മിഡ് പോയിന്റ് എടുക്കുന്നത് ക്യാപിറ്റൽ എം, മിഡ് പോയിന്റ്. ആ പോയിന്റ് എന്ന് പറയുന്നത് പറഞ്ഞേക്കുന്നത് എന്താണ്? 45 ഇൻ ഫ്രണ്ട് ഓഫ്. അപ്പൊ ബി പിയില് എത്രയാണ്? ഇൻ ഫ്രണ്ട് ഓഫ് 45 mm. അതായത് എന്താ പറയുന്നത്? എം എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എം എന്ന് പറയുന്ന പോയിന്റ്. പിന്നെ ആൻഡ് 35 mm എബോ എച്ച് പി. എച്ച് പിയിലെ എന്ന് പറയുന്നത് എബോ 35 mm എന്ന് പറയുന്നത്. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് പി ക്യൂവിന്റെ ലെങ്ത് തന്നിട്ടില്ല. പി ക്യൂവിന്റെ ലെങ്ത് തരാതെ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പി ക്യൂവിന്റെ ലെങ്ത് നമുക്ക് തന്നിട്ടില്ല. പകരം നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്ന് പറയുന്നത് ഒരു പോയിന്റ്, ഇതിനകത്തിലെ ഒരു പോയിന്റ്, ഞാൻ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് റെപ്രസെന്റ് ചെയ്യാണ്. പി എന്ന് പറയുന്ന പോയിന്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? 10 mm. 10 mm in front of VP. 10 mm in front of VP. 10 mm in front of VP. And എന്താണ്? എച്ച് പിയിൽ എന്താണെന്ന് പറഞ്ഞത്? എച്ച് പിക്ക് അടുത്താണെന്ന് മാത്രമേ പറഞ്ഞത്. നിയർ ടു എച്ച് പി അല്ലെ? അതർ ആൻഡ് നിയറർ ടു എച്ച് പി ആൻഡ് അതർ എൻഡ് ഈസ് നിയറർ ടു എച്ച് പി. ക്യൂ എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? നിയറർ ടു എച്ച് പിനെ പറഞ്ഞു. ഞാൻ പി എന്ന് പറയുന്ന പോയിന്റ് എടുക്കുവാണെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് 1 പോയിന്റ്, ഞാൻ പി എന്ന് പറയുന്ന പോയിന്റ് എടുത്തു. അത് 10 mm ഇൻ ഫ്രണ്ട് ഓഫ് സി പിയും നിയറർ ടു എച്ച് പിയുമാണ്. ക്യൂ എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? നിയറർ ടു എച്ച് പിനെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആൻസർ. ഓക്കെ. അപ്പം ഇത് ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇത്തിരി പാടുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുന്നത്. നോക്കാം. x5 നമ്മൾ എഴുതുന്നു. എഴുതിയിരിക്കുന്ന പോലെ എം എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ തന്നിട്ടുണ്ട്. എം എന്ന് പറയുന്ന പോയിന്റ് തന്നിട്ടുണ്ട്. അതെന്ന് പറയുന്നത് എന്താണ്? ഞാൻ x5യുടെ സെന്ററിൽ എഴുതിയിട്ട് 45 mm എവിടെയെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ബി പിയിലും 35 mm എബോ എച്ച് പി ആണ് എടുക്കുന്നത്. അപ്പൊ 45 mm ഞാൻ ബി പിയിൽ മാർക്ക് ചെയ്യുന്നു. എം എന്ന് പറയുന്ന പോയിന്റ്. പിന്നെ അതുപോലെ 35 mm എം ഡാഷ് ഞാൻ മാർക്ക് ചെയ്യുന്നു. ആണല്ലോ അല്ലേ? ഇതിനുശേഷം എന്താ തന്നേക്കുന്നത്? ഇതിനുശേഷം എനിക്ക് തന്നേക്കുന്നത് എന്ന് പറയുന്നത് 80 mm ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ ആണ് തന്നേക്കുന്നത്. 80 mm ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂമാണ് എനിക്ക് തന്നേക്കുന്നത്. പക്ഷെ അതിന്റെ ആംഗിൾസും എനിക്ക് പറഞ്ഞിട്ടില്ല അല്ലേ? ആണോ? ഓക്കെ. അപ്പൊ ഞാൻ ഇത് എങ്ങനെ മാർക്ക് ചെയ്യും? ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനില് എനിക്ക് എന്ത് എഴുതണം? എ ഡാഷ് അല്ല എ ബി എന്ന് പറയുന്നതായിരിക്കും എന്റെ ടോപ്പ് വ്യൂ വരുന്നത്. എമ്പിലൂടെ പാസ് ചെയ്ത് പോകുന്ന ലൈൻ അല്ലെ? അതുപോലെ തന്നെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എം ഡാഷിലൂടെ പാസ് ചെയ്ത് പോകുന്ന എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഞാൻ എങ്ങനെ മാർക്ക് ചെയ്യും? എനിക്കത് ടോപ്പ് വ്യൂ പറഞ്ഞിട്ടില്ല, ഫ്രണ്ട് വ്യൂ ആംഗിൾസ് എനിക്ക് തന്നിട്ടുണ്ട്. മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ആർക്കെങ്കിലും പറയാമോ? ആർക്കെങ്കിലും പറയാമോ?
ഒരു ക്ലൂടെ തന്നേക്കുന്നതെന്ന് പറയുന്നത് ടി എന്ന് പറയുന്ന പോയിന്റ് 10 mm എവിടെയെന്നാ പറഞ്ഞിരിക്കുന്നത്? വി പിയിലും നിയറർ ടു എച്ച് പി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ക്ലൂ വെച്ച് നമുക്ക് ചെയ്യാം അല്ലെ? എങ്ങനെ? വി പിയില് പി എന്ന് പറയുന്ന പോയിന്റ് വി പിയിൽ എത്രയാണ്? വി പിയില് എത്ര പറഞ്ഞിരിക്കുന്നത്? 10 mm താഴെ. അപ്പൊ 10 mm താഴെയായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? പോയിന്റ് മാറ്റുകയല്ല ചെയ്യേണ്ടത്, ഞാൻ ലോക്കസ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ലോക്കസ് ഓഫ് പി. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 10 mm ആയിരിക്കും അല്ലെ? 10 mm. ഇനി ഇതിനു ശേഷം എന്താണ്? നിയറർ ടു എച്ച് പിനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ എവിടെ വേണമെങ്കിലും ആവാം, എച്ച് പിയില് എവിടെ വേണമെങ്കിലും ആവാം. അടുത്ത പോയിന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ക്യൂ എന്ന് പറയുന്നത് അത് നിയറർ ടു എച്ച് പിനെ പറഞ്ഞിട്ടുള്ളൂ, എവിടെയാണെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ ആണോ? അപ്പം ഈ ഒരു പോയിന്റ് വെച്ച് വേണം ഞാൻ ബാക്കി എല്ലാ പോയിന്റ്സും വരയ്ക്കാൻ. ഇനി എങ്ങനെ വരയ്ക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ലൈനിൽ തന്നെ ആയിരിക്കും എന്റെ എന്തെന്ന് പറയുന്നത്. ഇപ്പൊ പി എന്ന് പറയുന്ന പോയിന്റും P1 എന്ന് പറയുന്ന പോയിന്റും ഈ 10 mm തന്നെ ആയിരിക്കും. ഞാൻ എന്താ എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ നിന്ന് ടോപ്പ് വ്യൂവിന്റെ ലെങ്ത് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 80 mm ആണ്. 80 mm ടോപ്പ് വ്യൂ പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഹാഫ് എടുത്തിട്ട് ഞാൻ താഴേക്ക് ഈ ലൈനിൽ 40 mm ഞാൻ ലൈൻ മീറ്റ് ചെയ്യാം. ആ പോയിന്റ് ആയിരിക്കും എന്റെ പി എന്ന് പറയുന്ന പോയിന്റ്. മനസ്സിലായോ? മനസ്സിലായോ? സാർ ഒന്നുകൂടെ പറയാവോ? ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? നമുക്ക് 80 mm ടോപ്പ് വ്യൂ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ആംഗിൾസ് തന്നിട്ടില്ല. പകരം തന്നിരിക്കുന്നത് എന്താണ്? പി ക്യൂവിന്റെ ഡിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത്, എച്ച് പിയിൽ നിന്നും പി പിയിൽ നിന്നും. അപ്പൊ എച്ച് പിയിൽ നിന്നുള്ളത് എന്താണ്? രണ്ടും നിയറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, പിയും ക്യൂവും. പിന്നെ തന്നിരിക്കുന്ന ഒന്നാണ് പി എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് 10 mm എന്താണ്? ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എക്സ് വൈ ലൈനിൽ ഞാൻ എന്ത് ചെയ്തു? 10 mm എടുത്തതിന് ശേഷം അവിടെ ഒരു ലോക്കസ് വരച്ചു. ആ ലോക്കസിൽ എവിടെ വേണമെങ്കിലും ആവാം എന്റെ എന്ത്? പി എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ ടോപ്പ് വ്യൂ ആയ സ്മോൾ ലെറ്റർ പിയും അതിന്റെ ട്രൂ ലെങ്ത് ആയ P1 സ്മോൾ ലെറ്റർ P1 ഈ 10 mm എവിടെ വേണമെങ്കിലും ആവാം അല്ലെ? ഇനി തന്നേക്കുന്ന ടോപ്പ് വ്യൂവിന്റെ ലെങ്ത് എത്രയാണ്? 80 mm തന്നിട്ടുണ്ട്. ആ 80 mm മിഡ് പോയിന്റിൽ വരുമ്പോൾ 40 mm താഴേക്കും 40 mm മേളിലേക്കും അല്ലേ വരുന്നത്? അങ്ങനെയല്ലേ 80 വരുന്നത്? ഇപ്പൊ മിഡ് പോയിന്റിലെ സ്കെയിൽ വെക്കാം. സ്കെയിൽ വെച്ചതിന് ശേഷം ഈ ലൈനിൽ ലോക്കസ് ഓഫ് പി എന്ന് പറയുന്ന ആ ലൈനിൽ എവിടെയാണോ 40 വരുന്നത്, സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ സ്കെയിൽ വെക്കുമ്പോൾ എവിടെയാണോ 40 വരുന്നത് അവിടെ എന്ത് ചെയ്യാം? ആ പോയിന്റ് ആയിരിക്കും നമ്മുടെ സ്മോൾ പി എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാം? ആ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പം ഈ പോയിന്റ് എന്ന് പറയുന്നതാണ് ക്യൂ. ഇപ്പൊ ടോപ്പ് വ്യൂ നമുക്ക് കിട്ടി. മനസ്സിലായോ? മനസ്സിലായി സാർ. മനസ്സിലായി. ഓക്കെ, അതിനുശേഷം എന്താണ്? എം ഡാഷിലൂടെ ഒരു ലോക്കസ് വരയ്ക്കാം. എം ഡാഷിലൂടെ എമ്മിലൂടെ ലോക്കസ് വരയ്ക്കാം. ഇനി നമ്മുടെ എന്താണുള്ളത്? എന്താണുള്ളത്? ടോപ്പ് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് 70 മാത്രമേ ഉള്ളൂ നമ്മുടെ അല്ലെ? ടോപ്പ് വ്യൂ 70 മാത്രമേ ഉള്ളൂ നമ്മുടെ അല്ലേ? അതിനെ നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റും? സർ ക്യൂന്ന് മിഡ് ലൈനിന്റെ ലോക്കൽ ക്യൂന്ന് എം ഡാഷിന്റെ ലോക്കൽ വരച്ചു ജോയിൻ ചെയ്തിട്ട് അവിടെ മാർക്ക് ഒന്നുകൂടെ പറഞ്ഞേ. ക്യൂന്ന് എം ഡാഷിന്റെ ലോക്കസിലോട്ട് വരച്ചിട്ട് അവിടെ മാർക്ക് എടുത്ത് ക്യൂ പോയിന്റ് എടുത്തു. ഇല്ല, അങ്ങനെ വരയ്ക്കാൻ പറ്റത്തില്ല. ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണ്ടേ? ആ ഇതിലേക്കാണ് വരുന്നത്. അതിനുശേഷം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് എന്ത് ചെയ്യാം? ഈ ഡിസ്റ്റൻസ് മേളിലേക്ക് വരയ്ക്കാനേ പറ്റുള്ളൂ അല്ലേ?
ലോക്കസ് ഓഫ് ബി എവിടാന്ന് നമുക്ക് അറിയത്തില്ല. ലോക്കസ് ഓഫ് ബി എവിടാന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യുക, ഇവിടെ നിന്നില്ല മനസ്സിലായോ? കാരണം എന്താ, എ നമുക്ക് പറഞ്ഞ പോലെ പി ക്യൂ എന്ന് പറയുന്ന ഈസ് ഈക്വൽ, അതിന്റെ ഈ പോയിന്റ് ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ഇതിന് സ്ട്രെയിറ്റ് ആയിട്ട് എന്ത് വരുന്നത് ക്യൂ ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് അല്ലേ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് ക്യൂ ടോപ്പ് വ്യൂവിന്റെ പോയിന്റ്, ടോപ്പ് വ്യൂവിന്റെ പോയിന്റ് പിയും ക്യൂവും, അതിന് അവിടെ നിന്നൊരു ലൈൻ എന്ന് പറയുമ്പോൾ ക്യൂവിൽ നിന്നൊരു സ്ട്രെയിറ്റ് ലൈൻ മുകളിലേക്ക് വരയ്ക്കുവാണെങ്കിൽ, പ്രൊജക്ഷൻ ലൈൻസ് വരയ്ക്കുവാണെങ്കിൽ ക്യൂ ഡാഷിൽ പറഞ്ഞ് മീറ്റ് ചെയ്യും. ആണോ? ആണോ? ക്യൂവിൽ നിന്ന് ടോപ്പ് വ്യൂവിന്റെ, ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് പി ക്യൂവിന്റെ ക്യൂവിൽ നിന്ന് ഞാൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ മുകളിലേക്ക് വരയ്ക്കാണ്, പ്രൊജക്ഷൻ ലൈൻസ് മേളിലേക്ക് ഞാൻ വരയ്ക്കുകയാണ്, എക്സ് വൈ ലൈൻ മുകളിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ എന്റെ പി ഡാഷ് ക്യൂ ഡാഷ് എന്ന് പറയുന്ന ഫ്രണ്ട് വ്യൂവിന്റെ ക്യൂവില് സ്ട്രെയിറ്റ് ആയിരിക്കും ആ ലൈൻ എന്ന് ഞാൻ പറഞ്ഞായിരുന്നോ? പറഞ്ഞു സാർ. ഓക്കെ, അപ്പം അങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിന് ശേഷം എം ഡാഷിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഫ്രണ്ട് വ്യൂ തന്നിട്ടുണ്ട് എത്ര, 70 mm. അപ്പം സ്കെയിൽ വെച്ചിട്ട് ഈ ലൈനില് എവിടാണോ 35 വരുന്നത്, എം ഡാഷിൽ നിന്ന് ഈ പിയിൽ നിന്ന് ടോപ്പ് വ്യൂവിൽ നിന്ന് പിയിൽ നിന്ന് മേലേക്ക് വന്ന പ്രൊജക്ഷനിൽ എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് ആ പോയിന്റ് എന്തായിരിക്കും? ക്യൂ ആയിരിക്കും, ക്യൂ ഡാഷ് ആയിരിക്കും. മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 35. ടോപ്പ് വ്യൂ ആയ പി ക്യൂവിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു സ്ട്രെയിറ്റ് ലൈൻ പ്രൊജക്ഷൻ ഞാൻ മുകളിലേക്ക് വരയ്ക്കുന്നു. പി ക്യൂവിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഞാൻ മുകളിലേക്ക് വരച്ചിടുന്നു. എന്നിട്ട് ഞാൻ സ്കെയിൽ എടുത്തു, എം ഡാഷിൽ വെച്ചു. അതുപോലെ തന്നെ ഈ പ്രൊജക്ഷൻ ലൈനിൽ മീറ്റ് ചെയ്യുന്ന എവിടെയാണോ 35 കിട്ടുന്നത്, ഡിസ്റ്റൻസ് 35 കിട്ടുന്നത് ആ പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. അതായിരിക്കും എന്റെ ക്യൂ ഡാഷ് എന്ന് പറയുന്നത്. കാരണം ടോട്ടൽ പി ഡാഷ് ക്യൂ ഡാഷ് എന്ന് പറയുന്നത് 70 ആണ്, അതിന്റെ ഹാഫ്. മനസ്സിലായോ? ഓക്കെ, എന്നിട്ട് ആ പോയിന്റിലൂടെ ഞാൻ എന്ത് ചെയ്യുന്നു? ആ പോയിന്റിലൂടെ ഞാൻ ലോക്കസ് വരയ്ക്കുന്നു. ആ ലോക്കസ് ആയിരിക്കും ലോക്കസ് ഓഫ് ക്യൂ ഡാഷ്. അതുപോലെ തന്നെ ഈ താഴെ ലോക്കസ് ഓഫ് ക്യൂവിലൂടെ പാസ് ചെയ്ത് പോകുന്ന ലോക്കസ് ഓഫ് ക്യൂ. ഇതിന് ശേഷമാണ് ഈ ക്യൂ ഡാഷ് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 35 സ്ട്രെയിറ്റ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു 35. അത് വരുന്നതാണ് എന്റെ സ്മോൾ ലെറ്റർ പി ഡാഷ്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ താഴത്തെ പിയും പി ഡാഷും സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും വരുന്നത്. താഴത്തെ പിയും പി ഡാഷും സ്ട്രെയിറ്റ് ലൈനിൽ വരുന്നത്. മനസ്സിലായോ? പി ഡാഷ് ക്യൂ ഡാഷ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 70 ആയിരിക്കും. അതുപോലെ തന്നെ പി ക്യൂ എന്ന് പറയുന്ന ഡിസ്റ്റൻസും 70 ആയിരിക്കും. ഇനി നമ്മൾ എന്താണ് നേരത്തെ ചെയ്യുന്ന പോലെ ഈ എമ്മിൽ നിന്ന് ക്യൂവിലേക്ക് കോമ്പസ് വെക്കുക, ആർച്ച് കട്ട് ചെയ്യാം എമ്മിന്റെ ലോക്കസിലേക്ക്. അതിനുശേഷം ആ ലൈൻ ലോക്കസ് ഓഫ് ക്യൂ ഡാഷിലേക്ക് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തതിനു ശേഷം ലോക്കസ് ഓഫ് ക്യൂ ഡാഷ് എവിടെയാണോ എനിക്ക് പോയിന്റ് കിട്ടുന്നത് അതായിരിക്കും Q1 ഡാഷ്. അതുപോലെ തന്നെ ഈ എമ്മിലും ക്യൂ ഡാഷിലും ഞാൻ ഫോക്കസ് വെക്കുന്നു, ആർക്ക് കട്ട് ചെയ്യുന്നു എമ്മിലേക്ക് ആർക്ക് കട്ട് ചെയ്യുന്നു ലോക്കസ് ഓഫ് എം ഡാഷിലേക്ക് ഞാൻ ആർക്ക് കട്ട് ചെയ്യുന്നു. അതിനുശേഷം എന്താണ് സ്ട്രെയിറ്റ് ലൈൻ ഞാൻ എവിടേക്ക് വരയ്ക്കുന്നു? ക്യൂവിലേക്ക് വരയ്ക്കുന്നു. ലോക്കസ് ഓഫ് ക്യൂ എവിടാണോ മീറ്റ് ചെയ്യുന്ന ആ പോയിന്റ് ലൈനിന്റെ Q1. എന്നിട്ട് എന്താണ് പി ഡാഷിലൂടെ ഒരു ലോക്കസ് വരയ്ക്കുക. അതിനുശേഷം ഈ Q1
Q1 ഡാഷിൽ നിന്ന് M ഡാഷിലൂടെ പാസ് ചെയ്തിട്ട് ലോക്കസ് ഓഫ് P ഡാഷിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് അതായിരിക്കും എന്റെ P1 ഡാഷ്. ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് ഈ ഇതായിരിക്കും ട്രൂ ലെങ്ത്. അതുപോലെ തന്നെ ഇവിടുത്തെ Q1 ൽ നിന്ന് എമ്മിലൂടെ പാസ് ചെയ്ത് ലോക്കസ് ഓഫ് Pയില് പോയിന്റ് കിട്ടുന്ന അതായിരിക്കും എന്റെ P1 എന്ന് പറയുന്ന പോയിന്റ്. ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് PQ എന്ന് പറയുന്നതിന്റെ ട്രൂ ലെങ്ത്. കിട്ടിയോ?